ഒരു പ്രഭാതം കൂടി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതികൾ അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ എളിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള വലിയ സ്വർഗീയ നന്മകൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം ഒരുക്കുന്നു. തിരുവചനത്തിൽ ശതാധിപനായിരുന്ന കൊർന്നേലിയൂസിനെ നമ്മൾ കാണുന്നു. അദ്ദേഹത്തിന്റെ നന്മ പ്രവൃത്തികളെപ്പറ്റി ദൈവം ഓർത്തപ്പോൾ ആ ശതാധിപന്റെ ജീവിതത്തിലും കുടുംബത്തിലും കർത്താവിന്റെ ഇടപെടൽ ഉണ്ടായി. ജീവിതം അനുഗ്രഹപൂർണമായി. കൊർന്നേലിയൂസ് തന്റെ ജീവിതത്തിൽ നേടിയത് എന്താണ് എന്ന് തിരുവചനം പറയുന്നു. അവന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ അവനെ സ്വീകാര്യനാക്കി. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ നിങ്ങൾ എല്ലാവരാലും പുറന്തള്ളപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് കടന്നു വരേണ്ട ഇടമല്ല ദൈവസന്നിധി. അതിരാവിലെ ഉണർന്ന് വിശുദ്ധിയോടെയും നന്ദിയോടെയും കർത്താവിന്റെ അടുക്കൽ കടന്നു വരണം. മനുഷ്യൻ ബാഹ്യമോടിയിൽ ശ്രദ്ധ വയ്ക്കുമ്പോൾ കർത്താവ് ഓരോ മനുഷ്യന്റെയും ഹൃദയം പരിശോധിക്കുന്നു, പ്രതിഫലം നൽകുന്നു. സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു: എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതുകൊണ്ട് ദാവീദ് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിൽ എത്തിക്കുവാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. സ്നേഹമുള്ളവരെ, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിന് നമ്മോടുള്ള സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നു. എത്രയോ വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. തൻ്റെ ഏകജനായ യേശുവിനെ നൽകുവാൻ തക്കവിധം അവിടുന്ന് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ
ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. അതിശക്തനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു, എന്നാൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായി പ്രഖ്യാപിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുന്നു, മകനെ മകളെ, ഞാൻ നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ ഇന്നത്തെ ദിവസമെല്ലാം സ്തുതിയും സ്തോത്രവും ആരാധനയും കർത്താവേ അങ്ങേക്ക്. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇന്നേ ദിവസം നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയും വിശ്വാസവും നൽകി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.